ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ എല്ലാവരും വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങൾ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. കണ്ടിഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ബ്രെഡ് വേണം. 6 പീസ് ബ്രെഡാണ് വേണ്ടത്. അത് സൈഡ് കട്ടാക്കി കളയൊന്നും വേണ്ട കേട്ടോ. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങനെ കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്തിടാം. ഇതിന് നമുക്ക് ഫൈൻ പൗഡർ ആക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് 4 മുട്ടയാണ്. 4 മുട്ട നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വെച്ച് വെക്കാം. ഇനി നമ്മൾ നേരത്തെ ബ്രെഡ് പൊടിച്ച അതേ ജാറിലേക്ക് 4 മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുക. ഇനി ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഏലക്ക പൊട്ടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് മധുരത്തിന് വേണ്ട പഞ്ചസാരയാണ്. അതൊരു 5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ മിക്സ് ചെയ്ത കൂട്ട് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ മുട്ട അടിക്കുമ്പോൾ നല്ലോണം അത് പഞ്ചസാരയും മുട്ടയൊക്കെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. നല്ല പോലെ മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി വേണ്ടത് 5 ടേബിൾ സ്പൂൺ പാലാണ് കേട്ടോ. നമ്മൾ സാധാ പാക്കറ്റ് പാലാണ് എടുത്തിന്. അത് നല്ലോണം തണുത്ത പാലുമല്ല, ചൂട് പാലുമല്ല കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അതൊരു 5 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഒന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതുപോലത്തെ ഒരു പാൻ എടുക്കുക. കുറച്ച് വട്ടം കുറഞ്ഞ പാനായാൽ നമുക്ക് കുറച്ച് ഹൈറ്റായിട്ട് കിട്ടും. പിന്നെ ഇത് ഫ്രൈ പാനിലും ചെയ്യാം കേട്ടോ. കുറച്ച് കുഴിയുള്ള ഫ്രൈ പാൻ എടുത്താൽ നമുക്ക് നല്ല ഇതിൽ ചെയ്യാം. ഞാൻ ഈ പാത്രത്തിലേക്ക് അപ്പോൾ 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് അണ്ടിയും കുറച്ച് മുന്തിരിയും ഇട്ട് വറുത്തെടുക്കുക. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അണ്ടി മുന്തിരി തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുക, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് കിസ്മിസിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. പിന്നെ അണ്ടി നല്ല ബ്രൗൺ കളർ, ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിടാം. ഇനി നമുക്ക് ഇതേ പാത്രത്തിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. എല്ലാ ഭാഗത്തേക്കും നെയ്യ് എത്തുന്ന പോലെ ചുറ്റിച്ചെടുത്തിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ബ്രെഡിൻ്റെ കൂട്ടില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം വന്നിട്ടാൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച അണ്ടിയും മുന്തിരിയും വറുത്തയില്ല അത് ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കുക. നമുക്ക് ഒരു 10 മിനിറ്റിലെല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ ഇത് നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയല്ലേ. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് ചെയ്യാൻ പറ്റും. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഈ റെസിപ്പി. അങ്ങനെ ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് നടുക്കുന്ന നോക്കാം, നല്ല ക്ലിയർ ആയിട്ട് വന്നോളും. അല്ലെങ്കിലും ഒരു 5 മിനിറ്റ് ആകുമ്പോൾ സൈഡെല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പം നമുക്കിത് മറിച്ചിടാം. ഇതെങ്ങനെയാണ് മറിച്ചിടുന്നത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ മേൽഭാഗം ഒരു 2 മിനിറ്റ് കുക്കാവാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒരു പ്ലേറ്റ് വെച്ച് ഇതുപോലെ പെട്ടെന്ന് ഫ്ലിപ്പ് ചെയ്ത് വെക്കാം. എന്നിട്ട് മേൽഭാഗം അടിഭാഗത്തേക്കാക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇത് അടിഭാഗം നല്ല ഫൈനായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ മെല്ലെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മേൽഭാഗവും നല്ല കളറായി കിട്ടും. അപ്പോൾ ഇത് 2 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയായി നോക്കാം.
ഇത് രണ്ട് സൈഡും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉണ്ടായി ഇത് അടിപൊളിയായിട്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ കറക്റ്റ് ഇതുപോലത്തെ ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ട് എടുത്താൽ നിങ്ങൾക്കും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.